വിട്ടുപോയ മക്കൾ പോലും നിങ്ങളെ വീടിനകത്താക്കി ഒരു തുറങ്കിൽ അടച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വീടിനകത്ത് ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇത് റേക്കി പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ഡെയിലി നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്ത് പോയാൽ മതി. ഈ മക്കള് ഇട്ടിട്ട് പോയ മക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളെ തള്ളി പറഞ്ഞവരും നിങ്ങളിലേക്ക് വരും. നിങ്ങളെ റേക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഈ കാലഘട്ടത്തിന് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് എന്ന് ഞാൻ പറയുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയത്. നിങ്ങളൊന്നും പറയണ്ട. അവര് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി. വിചാരിക്കുക പോലും വേണ്ട. അല്ലാതെ റേക്കി, അതായത് ആ യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടതിനെ നിലനിർത്തി തരും, വേണ്ടാത്തതിന് തള്ളിക്കളയും. സർ, ഇന്നത്തെ കാലഘട്ടത്തിലെ പുതിയ തലമുറ ജോലി സാധ്യതകൾക്കും ഒക്കെ ആയിട്ട് എല്ലാവരും പുറം രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരുടെ വീട്ടിലെ പ്രായമായിട്ടുള്ള അമ്മ അച്ഛൻ ഉള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഇവർക്ക് നിരന്തരം കുറെ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ റേക്കി വഴി അവർക്ക് എങ്ങനെ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ഹീലിംഗ് കൊടുക്കാൻ സാധിക്കുന്നു? ഈ ഒരു ചോദ്യം ഇതുവരെ ആരും ചോദിക്കാത്ത ഒരു സംഗതിയാണ്. പലരും ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാമൂഹിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഈ പ്രായമായവരെന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ഒരു വേവലാതിയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിൻ്റെ ഒരു അതിപ്രസരം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ, ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മക്കളായിക്കോട്ടെ കൊച്ചുമക്കളായിക്കോട്ടെ, കേൾക്കുന്നവരും അവരും അതുമാതിരി പ്രായം ചെന്ന ഒരു 60-65 വയസ്സിന് മേല് പ്രായമുള്ളവരാണെങ്കിൽ, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ മക്കള് പറഞ്ഞു കൊടുക്കുക, അച്ഛനെ പറഞ്ഞു വിടുക, അച്ഛനും അമ്മയും റേക്കി പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ കേൾക്കുന്ന അച്ഛനും അമ്മയും തീരുമാനിക്കുക, മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിക്കുക, ഈ റേക്കി ഞാൻ പഠിക്കണം, റേക്കി എനിക്ക് പഠിച്ചാൽ ഗുണം കിട്ടും എന്ന് കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുക്കാം. മുത്തശ്ശ അല്ലെങ്കിൽ അച്ഛ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് റേക്കി പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ റേക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഈ കാലഘട്ടത്തിന് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് എന്ന് ഞാൻ പറയുള്ളൂ. ചില അന്തേവാസികളെയൊക്കെ താമസിപ്പിച്ച സ്ഥലങ്ങളുണ്ടല്ലേ, അങ്ങനെ ഓർഫനേജുകളും അവിടെ ഒന്നും താമസിക്കേണ്ടി വരില്ല. ഒരു മക്കൾക്കും അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോകേണ്ടി വരില്ല. കാരണം ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കാൻ ഇത്രയും നല്ല ഒരു സംഗതി വേറെ ഒന്നുമില്ല. റേക്കിയെ സംബന്ധിച്ച് റേക്കി ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. ആരുമില്ല, നിങ്ങൾ ആരൊക്കെ തള്ളി പറഞ്ഞു വിട്ടോട്ടെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട്, ഒറ്റയ്ക്ക് എൻ്റെ മോൻ ഒറ്റയ്ക്കാണ്, അവന് കൂട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല, അവൻ ആരോടും മിണ്ടി പറയാൻ ആളുകളില്ല, എൻ്റെ ഭർത്താവിനില്ല, ഭാര്യയ്ക്കില്ല എന്ന് പറയാറുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് അധികം സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണോ? അങ്ങനെയാണ് എടുത്തു പറയേണ്ടത്. അധികം സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണോ? നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. ഏറ്റവും നല്ല ജീവിതം അതാണ് ഒറ്റയ്ക്ക്. കാരണം നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുന്തോറും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ 50-60 വയസ്സിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടും. അത് വളരെ നല്ല കാര്യമാണ്. അത് മാത്രമല്ല, ശരിക്കും പറയാൻ നിങ്ങൾ ഒറ്റപ്പെടുകയല്ല ചെയ്യുക, നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക ചെയ്യുക. ഈ വിട്ടുപോയ മക്കൾ പോലും നിങ്ങളെ വീടിനകത്താക്കി ഒരു തുറങ്കിൽ അടച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വീടിനകത്ത് ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇത് റേക്കി പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ഡെയിലി നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്ത് പോയാൽ മതി. ഈ ഇട്ടിട്ട് പോയ മക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളെ തള്ളി പറഞ്ഞവരും നിങ്ങളിലേക്ക് വരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയത്. നിങ്ങളൊന്നും പറയണ്ട. അവര് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി. വിചാരിക്കുക പോലും വേണ്ട. അല്ലാതെ റേക്കി, അതായത് ആ യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടതിനെ നിലനിർത്തി തരും, വേണ്ടാത്തതിനെ തള്ളിക്കളയും. ഓക്കെ സർ, ഇപ്പൊ ഈ പ്രായമായവരെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള തേർഡ് ഐ ആക്ടിവേഷനും അതുപോലെ തന്നെ ചക്ര ആക്ടിവേഷനും
ഉണ്ടല്ലോ, അപ്പൊ അവർക്കത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വല്ല ദോഷം? അല്ല, അതിന്റെ ആവശ്യമില്ല. തേർഡ് ഐയും ചക്ര ആക്ടിവേഷനും ഒന്നും, കാരണം അവരുടെ ലൈഫിൽ അവർക്ക് തേർഡ് ഐയും ചക്ര ആക്ടിവേഷനും ഒക്കെ എപ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മളൊരു ചെറുപ്പം മുതലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ, കാരണം അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു 50-60 ഏജ് ആകുമ്പോഴത്തേക്കും അവന് ജീവിക്കേണ്ടതായിട്ടുള്ള സ്വത്തുവകകൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ല, മനുഷ്യൻ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന അതാണ്. അവന്റെ വിദ്യാഭ്യാസം ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്, അല്ലേ? ജോലി അവന് സ്വയം പര്യാപ്തത നേടാൻ, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീക്കരുത്. അതല്ലാതെ തന്നെ അവനൊരു ഇൻകം ഉണ്ടാക്കി, അല്ലെ, ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അത്രയും കാലം പണിയെടുക്കുന്നത്. അപ്പൊ ഒരു 50, 55, 60 വയസ്സ് വരെ അത് മാത്രം മതി. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ റേക്കി പഠിക്കുക എന്നുള്ളത്. ഒരു തേർഡ് ഐയുടെ ചക്ര ആക്ടിവേഷൻ എന്തിനാ പിന്നെ അവർക്ക് ഇൻഡ്യൂഷൻ? ഈ മക്കള് എന്നെ എന്തെങ്കിലും നാളെ എന്തെങ്കിലും ചെയ്താൽ, അല്ലെ എന്റെ സ്വത്തവകാശം കൈവശം വെച്ചാലോ എന്നൊക്കെ ഉള്ളൊരു ഇത്, അതൊക്കെ നമ്മൾ എന്ത് തേർഡ് ഐ കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. ഈ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും. അവരുടെ മക്കളെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അവരുടെ കൂടെയുള്ള അയൽവാസികളെ മനസ്സിലാക്കാൻ പറ്റില്ലേ? സുഹൃത്തുക്കളെ അവർക്ക് ഈ ഏജ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? പിന്നെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളത് അങ്ങനെ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം, ഒരു ദൃഷ്ടി നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ധാരാളം നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ ആളുകളും, ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു മാസ്റ്റർ എടുത്ത് പോയിട്ട് നിങ്ങൾ ഈ റേക്കി പ്രാക്ടീസ് ചെയ്യുക. റേക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വരും. നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാ. സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് സാധാരണ രീതിയിൽ? എല്ലാ മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് പറയുന്നത് പോലും കുഞ്ഞുമക്കൾ ഉണ്ടാകുമ്പോഴേ മുത്തശ്ശനും മുത്തശ്ശി ആവുന്നുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഇവരും അച്ഛനും അമ്മയിലും നിൽക്കും, അല്ലേ? എല്ലാവരും ഓടുന്നത് മകളുടെ മക്കളെ കാണാനും മകന്റെ മക്കളെ കാണാനും അവർക്ക് വേണ്ടിയിട്ട് കെട്ടിപ്പടുക്കാനാണ് നടക്കുന്നത്. പക്ഷെ ഒരു സ്നേഹം കിട്ടാതെ പോകുന്നത് എന്നിട്ട് ഈ കുഞ്ഞുങ്ങളിൽ നിന്നാണ്. അപ്പോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സാർ, നമ്മൾ ഈ റേക്കി ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? അത് ഭക്ഷണം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു റേക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് നമ്മൾ 21 ഡേയ്സ് നിശ്ചയമായിട്ടും പറയുന്ന സംഗതികൾ: ഒന്ന്, മദ്യം, മയക്കുമരുന്ന്, പുകവലി, അത്തരം കാര്യങ്ങൾ പാടില്ല. മത്സ്യമാംസാദികൾ വർജിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആൾക്കാർ അവർ തീരുമാനം എടുക്കണം, ഇതെനിക്ക് വേണമെന്ന് വേണ്ടതെന്ന്. ആ 21 ഡേയ്സിന് അതിപ്രധാനമുണ്ട്. കാരണം നമ്മളെ എനർജീസ് ചെയ്യുന്ന, നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അത് അത്തരത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നോ വേണ്ടയോ എന്ന് അത് അവർക്ക് തീരുമാനിക്കാം. അപ്പോ ഇപ്പൊ നല്ല ഈ ചായ വരെ നമ്മൾ അധികമായിട്ട് ചായ, കാപ്പി പോലും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് മത്സ്യമാംസാദികൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ച് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെല്ലാം ഒരു മനസ്സിന്റെ തോന്നലുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളൊന്നും ഭയന്ന് ചെയ്യേണ്ടതല്ല. പക്ഷെ എന്നാലും മദ്യം, മയക്കുമരുന്ന് സംഭവമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജി കൂടെ നമ്മൾ നോക്കിയാൽ അത് അതിൻ്റെതായിട്ടുള്ള ഒരു പണി ചെയ്യും, അല്ലേ? അപ്പൊ അതൊരു നല്ല ഒരു സാധകന് അത് ചേർന്ന സാധനമല്ല, അത് പറ്റില്ല. കാരണം അവന്റെ വിചാരങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. മത്സ്യമാംസം വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിച്ചു നോക്കാത്തവനും ഉപയോഗിച്ചു നോക്കിയവനും തമ്മിൽ വ്യത്യാസം അത് അനുഭവിച്ചറിയാനേ ഞാൻ പറയുള്ളൂ. അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം പലതും ഞാൻ പറഞ്ഞു നേരത്തെ. പലതും നമ്മളിലേക്ക് ഈ പറയുന്ന തേർഡ് ഐയും ചക്ര ആക്ടിവേഷനും ഈ റേക്കി എല്ലാം റേക്കി ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ടൊക്കെ ഈ മറ്റുള്ള സംവിധാനങ്ങൾ കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ മനോനിയന്ത്രണം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്തായി തീരണം? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്വഭാവത്തെ, എൻ്റെ പ്രവൃത്തി, എൻ്റെ രീതികളെ മാറ്റിമറിച്ചത് റേക്കിയാണെന്ന് പറയുമ്പോൾ, റേക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് വന്നിട്ട് നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് മാറിയതല്ല, അല്ലേ? എന്നിൽ തന്നെ ഒരു ഇൻഡ്യൂഷനിലൂടെ വരുന്നതാണ്. ഞാൻ അത് വേണ്ട, എന്താ എനിക്കൊരു മടുപ്പ് തോന്നുകയാണ് അങ്ങനെ ചെയ്യണ്ടെന്ന്. അപ്പൊ അവിടെ എന്തുകൊണ്ട് അത് സാധ്യമായി എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അത് അവിടെ വർക്ക് ചെയ്തത്? നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി വരും. അതായത് നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ തനിയെ പോയിക്കളയും. നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞിട്ടാണോ നമ്മളുടെ മലമൂത്രവും ഉമിനീരൊക്കെ വിസർജിക്കപ്പെടുന്നത്? അല്ല, അത് നമ്മുടെ ശരീരം സ്വയം അല്ലേ?
ഇനിയിപ്പോ അത് അതികഠിനമാകുമ്പോഴോ നമുക്കൊരു പ്രശ്നമായിട്ട് മാറുമ്പോഴാണ് തുമ്മലും ഛർദിലൊക്കെ വരുന്നത് അല്ലേ, അതെ. സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. എന്നതുപോലെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ റേക്കി പോലെയുള്ള അതിനകത്ത് ഏറ്റവും പവർഫുൾ ആണ് റേക്കി എന്ന് പറയുള്ളൂ. ഏറ്റവും പവർഫുൾ ഈ കാലഘട്ടത്തിലല്ല, എക്കാലഘട്ടത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള കൊച്ചു കുട്ടികളും അതിൽ വളർന്നു വരുന്ന ഓരോ വീട്ടമ്മമാരും ഓരോ അച്ഛന്മാരും ഓരോ മുത്തശ്ശന്മാരും ഓരോ മുത്തശ്ശിമാരും ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു കുടുംബത്തെ മാത്രമല്ല മാറ്റാൻ പറ്റുക, ആ വ്യക്തിയെ മാത്രമല്ല മാറ്റുന്നത്. ഒരു വ്യക്തി മാറുന്നതോടൊപ്പം ആ കുടുംബത്തിലെ ഉള്ള മറ്റുള്ള ആളുകളെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ മാറ്റാൻ പറ്റും. സമൂഹത്തെ മാറ്റുന്നതോടൊപ്പം ഒരു രാജ്യത്തെയും രാഷ്ട്രത്തെയും മാറ്റാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഓരോ രാജ്യങ്ങളിലും അതിൻ്റെതായിട്ടുള്ള അല്ലെ നല്ല നല്ല രാജ്യങ്ങളാണ്, നല്ല കാഴ്ചപ്പാട്, നല്ല ചിന്താഗതികളുള്ള സത്യവും അസത്യവും ശരിക്കും മനസ്സിലാക്കി സത്യത്തിലൂടെ ചരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. എന്നാൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ചില രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളും ഉണ്ട് അല്ലേ. അപ്പൊ ആ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് വീണ്ടും അവരുടെ ആ ജന്മം ഉണ്ടാവുക. അപ്പൊ ആ ജനറേഷൻ തന്നെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ ആ ഒരു രാജ്യത്ത് ഒരു വ്യക്തി തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ ഒരു വീട്ടിലെ ഒരു അംഗത്തിന് തോന്നുന്ന മാറ്റം കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മൾ പറയാറുണ്ട് ചന്ദനത്തോട് ചാരി നിന്ന ചന്ദനത്തിന്റെ സ്മെല്ലുണ്ടാവും. മുരിക്കിനോടാണ് നമ്മൾ ചാരി നിൽക്കാൻ മുരിക്കിന്റെ ഒരു ഇതാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ നല്ലതിനെ കെട്ടതിനെ നമ്മൾ വേർതിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതിനെ നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് അതിന്റെ തിയറി. ഓക്കെ സർ. ഓക്കെ, നമസ്തേ.